റസൂലുള്ളാഹിനോട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് മിഅ്റാജിന്റെ രാത്രി. അതുകൊണ്ടാണ് നമ്മൾ പിറ്റേന്ന് നോമ്പോൽക്കുന്നത്. അതിനെ ഈ ഭാഗത്ത് കൊണ്ട് ധന്യമാക്കണം. പിന്നെ നോമ്പോൽക്കാൻ ഹദീസ് വൈഫാണോ അല്ലേ എന്ന് പറഞ്ഞ് നടക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടല്ല ഞങ്ങൾ നോക്കേണ്ടത് നോമ്പോൽക്കുന്നത്. ഹദീസ് ടോൾ ചെയ്ത് നോക്കിയിട്ടല്ല. ഞങ്ങൾ വമൻ യുഅദ്ദിം ശആയിറല്ലാഹ് ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ് എന്ന ആയത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ റജബിൽ 27 നോമ്പോൽക്കുന്നത്. കാരണം എന്തുകൊണ്ട്? അത് ഷിയാറുകളെ ബഹുമാനിക്കുക, അത് തഖ്വയിൽ നിന്നുണ്ടായിത്തീരേണ്ടത്. ആ ബഹുമാനം എങ്ങനെയാണ്? അന്ന് ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കുക. ആ ഇബാദത്ത് കൊണ്ട് ധന്യമാക്കുക, നോമ്പോൽക്കുന്നത്, ഖുർആൻ ഓതുന്നത്, നിസ്കരിക്കണം, ഇതൊക്കെ ഒന്ന് ചെയ്യണം. റജബ് 27 നോമ്പ് സുന്നത്താണോ ബിദ്അത്താണോ എന്നറിയാൻ വളരെ സിമ്പിളാണ്. ഒരു കാര്യം സുന്നത്താകണമെങ്കിൽ, ഒരു കാര്യം ഇബാദത്താകണമെങ്കിൽ അത് അള്ളാഹു പഠിപ്പിച്ചതായിരിക്കണം, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായിരിക്കണം. ഖുർആനിലെ ഏതെങ്കിലും ഒരു ആയത്തിൽ മിഅ്റാജ് നോമ്പിനെ പറ്റി പറഞ്ഞിട്ടുണ്ടോ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒരു നോമ്പ് അനുഷ്ഠിച്ചിട്ടുണ്ടോ? നിങ്ങൾ ആലോചിച്ചൊക്കെ, ഹിജ്റക്ക് മുമ്പാണ് ഇസ്രാ മിഅ്റാജ് നടക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നത് ഹിജ്റ 11-ലാണ് മദീനയിൽ വെച്ചിട്ട്. അപ്പോ ഏറ്റവും ചുരുങ്ങിയത് 10 വർഷങ്ങൾ. ആ 10 വർഷത്തിൽ ഒരിക്കലെങ്കിലും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒരു നോമ്പ് എടുത്തിട്ടുണ്ടോ? നബി നോമ്പെടുക്കുന്ന ഏതെങ്കിലും ഒരു സ്വഹാബി കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു സ്വഹാബി റജബ് 27 ഒറ്റ സ്വഹാബി നോമ്പെടുത്ത സംഭവം ഉണ്ടോ? ഇല്ല. 4 മദ്ഹബിലെ ഇമാമുമാർക്ക് പരിചയമുണ്ടോ? ഇമാം അബൂ ഹനീഫ, ഇമാം മാലിക്, ഇമാം ഷാഫിഈ, ഇമാം അഹ്മദ്, 4 മദ്ഹബിന്റെ ഇമാമുമാർക്ക് ഇങ്ങനത്തെ ഒരു നോമ്പ് പരിചയമില്ല. ഇത് പിന്നീട് ഉണ്ടായതാണ്.